നമ്മുടെ സ്വന്തം റാനിയ. വെൽക്കം. പാട്ട്, ഡാൻസ്, വീണ, വയലിൻ, മൃദംഗം, കീബോർഡ്, എല്ലാം രക്ഷപ്പെടുന്നത് അതിൽ പിടിച്ച് കേറണം അല്ലെ? ഫസ്റ്റ് എനിക്ക് ടിവിയിൽ കണ്ടാൽ മതി. പിന്നെയാണ് സിനിമ, ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ്, അതൊക്കെ കൊച്ചിലിരുന്ന് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ടിവിയിൽ ആരെങ്കിലും കരയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കരയും. പിന്നെ അതുപോലെ അഭിനയിച്ച് നോക്കും, കണ്ണാടിന്റെ ഫ്രണ്ടിൽ അഭിനയിച്ച് നോക്കും. ഈ പരിപാടിയൊക്കെ ചെറുപ്പം മുതലേ, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടിട്ട് വന്നതല്ല. ഒരു വഴിയില് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, തള്ളണം. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പൊ മനസ്സിലായല്ലോ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എങ്ങനെ വർക്കൗട്ടും ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഇപ്പൊ ഞാൻ ഈ ചബിനസിൽ കുറച്ച് എന്റെ കംഫർട്ടബിൾ ആക്കി ഇതിപ്പോ ഭയങ്കര ഹാപ്പിയാ. നമുക്കൊരു റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും സംതിങ് അതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലൈക്ക് ഞാൻ ജനറലി പൊതുവെ ഞാൻ വേറെ ആരിലും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഞാൻ എന്റെ കാര്യം തന്നെ എന്നെ തന്നെ മോൾഡ് ചെയ്യുക. ഞാൻ ആരെങ്കിലും ഫ്രണ്ടിൽ പോകണമെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നമ്മളെ മോൾഡ് ചെയ്യുക. ഞാൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വന്നോണ്ട് തന്നെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുവരെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ആരെങ്കിലും ഒക്കെ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോകും. അത് നമ്മളുടെ കാര്യം മതി, അത് ധാരാളം. ഇന്ന് ഗെയിം ഓഫ് ആൻസേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഗെയിം സെക്ഷനിൽ നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചലച്ചിത്രത്തിലൂടെ നമ്മുടെ ഫാമിലിയിലോട്ട് കടന്നു വന്ന മലയാളത്തിന്റെ പാലക്കാടിന്റെ സുന്ദരി, നമ്മുടെ സ്വന്തം റാനിയ. വെൽക്കം. അപ്പൊ ഒരു വലിയ വെൽക്കം സ്പീച്ച് പോലൊക്കെ തോന്നുമെങ്കിലും ഇത് ഇപ്പൊ പേരൊക്കെ കേട്ടില്ലേ, ഗെയിം ഓഫ് ആൻസേഴ്സ്, ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ പറയുന്ന ഒരു പഞ്ചൊക്കെ തോന്നും. പക്ഷെ നമ്മളിവിടെ കളിക്കുന്നത് എന്താ? പാമ്പുംകോണി. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഈ കലാമണ്ഡലത്തില് അവിടത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, അവിടെ പഠിച്ച് അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ അന്ന് അവിടെ നിന്ന് പടി ഇറങ്ങുമ്പോ എന്തൊരു ക്യാപ്ഷനില് ഇങ്ങനെ വായിച്ചു, പടി ഇറങ്ങുന്ന സമയത്ത് മനസ്സിൽ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഞാൻ ഇനി തിരിച്ചു വരാണെങ്കിൽ അവിടെ ഗസ്റ്റ് ആയിട്ട് പോകണമെന്ന്. അതേപോലെ ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടാണ് ക്യാപ്ഷൻ ഇട്ടത് അല്ലെ? ഇതേപോലെ നമ്മൾ അതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇതേപോലെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരു 10ാം ക്ലാസ്സിന് മുമ്പുള്ള നമ്മുടെ കുറെ ഓർമ്മകളുണ്ട്. നമ്മൾ അവിടേക്ക് പോവാം. ആ സമയത്ത് എത്രാം വയസ്സിലാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്? എന്തായാലും ഈ കലാമണ്ഡലത്തിലോട്ട് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്തായാലും ചെറുപ്പകാലം തൊട്ടേ ഈ ഒരു നൃത്തമായിട്ട് നല്ലപോലെ ഇണങ്ങി നിൽക്കുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പൊ എത്രാം വയസ്സിലായിരുന്നു ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തത്? എനിക്ക് 4 വയസ്സെന്തോ ആണ് തോന്നണം. LKG പഠിക്കുമ്പോ അത് വീട്ടിലാരെങ്കിലും നൃത്തം ചെയ്യുന്ന ഒരു അമ്മ? വീട്ടില് അമ്മ എല്ലാവർക്കും ആർട്ട് ഉണ്ട്, പക്ഷെ ഇവരാരെയും ഒന്നും സപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവര് ചെറുപ്പം മുതല് നമ്മളെ ഫുൾ ആർട്സിലാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാ. അപ്പൊ ഞങ്ങള് മൂന്നാമത്തെ ആളാ, ഞാൻ രണ്ടാമത്തെ, അനിയത്തിയുണ്ട്. നമ്മള് അതുകൊണ്ട് അച്ഛനമ്മ ലൈക്ക് പാട്ട്, ഡാൻസ്, വീണ, വയലിൻ, മൃദംഗം, കീബോർഡ്, ഡ്രോയിങ്, എല്ലാം പഠിച്ചത്. അപ്പൊ ഞാൻ ഇത് ഫുൾ ഒരു ടൈം എത്തിയപ്പോ എനിക്ക് ഫുൾ പ്രൊഫഷൻ ആക്കി എടുത്തു. ഞാൻ 12 വയസ്സിലേക്ക് പോയി കലാമണ്ഡലത്തിൽ ജോയിൻ ചേർന്നു. അപ്പോ ഹയർ സെക്കൻഡറി ഒക്കെ അവിടെ തന്നെയാണ്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ കലാമണ്ഡലത്തിലാണ്. ഒരു നീണ്ട കാലയളവ് അവിടെ കാലയളവാണ്. അതുപോലെ ലൈക്ക് എനിക്ക് ഓർമ്മയുടെ സ്റ്റേജ് ഒക്കെ ഞാൻ കയറിയത് 4 വയസ്സൊക്കെ ആ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ LKG UKG ആ സമയത്ത് സ്റ്റേജ് കയറിയിട്ടുണ്ട്. ശരി. അപ്പോ ഒരു ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ എനിക്കൊന്ന് എന്നെ സിനിമയിൽ ഓഫ് കോഴ്സ് എന്തായാലും ആ ഒരു ചെറുപ്രായത്തില് നൃത്തം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നൃത്തവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വന്നിട്ടുണ്ടാവും. ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു സിൽവർ സ്ക്രീനിൽ എന്നെ കാണണം എന്ന് പറയുന്ന ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു ഡ്രീം എത്ര ക്ലാസ്സിലായിരുന്നു? എന്തെങ്കിലും ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടാണോ വന്നത്, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരുന്നപ്പോ ഓക്കെ നൃത്തമൊക്കെ ഞാൻ നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഒന്ന് സിനിമയിൽ അഭിനയിച്ച് കളയാം, അങ്ങനെയൊന്നല്ല. എനിക്കതാ പറഞ്ഞ ഡാൻസ് ജനിച്ചപ്പോ തൊട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഓർമ്മ ഉള്ള സമയം തൊട്ടിട്ട് സിനിമ ആണ്. സിനിമ എന്നല്ല, ഫസ്റ്റ് എനിക്ക് ടിവിയിൽ കണ്ടാൽ മതി. പിന്നെയാണ് സിനിമ, ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ്, അതൊക്കെ കൊച്ചിലിരുന്ന് ആ ഒരു ഇമോഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ടിവിയിൽ ആരെങ്കിലും കരയുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കരയും. പിന്നെ അതുപോലെ അഭിനയിച്ച് നോക്കും, കണ്ണാടിന്റെ ഫ്രണ്ടിൽ അഭിനയിച്ച് നോക്കും. ഈ പരിപാടിയൊക്കെ ചെറുപ്പം മുതലേ, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടിട്ട് വന്നത്.
അതല്ല. അപ്പൊ സ്കൂൾ എന്തെങ്കിലും ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നത് കൊണ്ട് ഓക്കെ അതുണ്ട് കേട്ടോ. അതൊക്കെ ഒബ്വിയസ്ലി എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ലൈക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ലൈക്ക് ഒരു മ്യൂസിക്കൽ ആൽബം ഒക്കെ ചെയ്തു. അത് സിനിമ ഇഷ്ടമുള്ളതാണ് ചെയ്തത്. അപ്പൊ ഈ നമ്മൾ ഈ ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിയായിട്ട് സ്കൂൾ കാലഘട്ടത്തിൽ നിൽക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ പലർക്കും പ്രൈസ് കിട്ടുന്നുണ്ടാവില്ല, പലർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അതൊരു മോട്ടിവേഷനായി കിട്ടിയിട്ടുണ്ട് അല്ലെ, നമുക്ക് പ്രൈസ് കിട്ടുന്നുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്തോ ടാലന്റ് ഉണ്ട് എന്ന് നമുക്ക് സെൽഫായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ള സ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്. സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടെ ഈ ഇങ്ങനെയുള്ള ആർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിലാണ് കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നത്. അതുകൊണ്ട് പക്ഷേ ഡ്രാമ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ കൊച്ചിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ട് ടീച്ചേഴ്സിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവര് ലൈക്ക് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് അങ്ങനെ ഉള്ളിലിരുന്ന് ക്ലാസ്സിൽ പഠിക്കുക ഇരിക്കുക ഇതൊന്നും സെറ്റ് ആവില്ല, ഇപ്പോഴും സെറ്റ് ആവില്ല. അപ്പൊ അത് എന്താ പറയാ ഒരു സൈഡായപ്പോ എനിക്ക് മനസ്സിലായി എന്റെ പ്രൊഫഷൻ മെയിൻ ഡാൻസ് ആണ്. ഡാൻസിൽ നിന്ന് അഭിനയത്തിലോട്ട് എത്തി. ഡാൻസിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ രണ്ടും ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന രണ്ടുപേരാണ്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. വെറുതെ ഇട്ടാ മതിയല്ലോ അല്ലേ, എനിക്ക് മറന്നുപോയി. 3 വെച്ചോളൂ. 1 3. അങ്ങനെ നമ്മള് 1 6 ഒക്കെ ഇല്ല, ഇതിപ്പോ അങ്ങനെ നമ്മള് ചിലപ്പോ നമ്മുടെ എന്റർടൈൻമെന്റ് അവാർഡ്സ് കഴിഞ്ഞാല് നമ്മളിവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കും. നമ്മള് 4 1 2 3 4. ഓക്കെ, ഞാൻ എടുക്കണ്ടേ ഇപ്പൊ? ബാക്കി ഞാൻ കളിക്കണ്ടേ? ശരിയാണല്ലോ. ഫസ്റ്റത്തെ കളി ആരെ കളിച്ച്? ഞാൻ കളിച്ചു. അപ്പോ റെഡ് വെച്ചു. റെഡ് അല്ല, ബ്ലൂ വെച്ചു. പിന്നെ ഞാൻ കളിച്ചു, റെഡ് വെച്ചു. ഓക്കെ, ശരിയായില്ലേ? ഇനി ഒരു ചോദ്യം. ഈ പുട്ടില്ലേ, ഈ പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ കാറും തമ്മിലുള്ള ബന്ധം പറയാവോ? ഇത് ക്വസ്റ്റ്യൻ ആണോ? കുസൃതി ചോദ്യ. ഞാൻ പറഞ്ഞില്ലേ, ആ സ്കൂൾ കാലഘട്ടത്തിൽ നൃത്തം ചെയ്ത് തുടങ്ങിയ ഒരു പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ സിനിമയിൽ അഭിനയിച്ച റാനിയ വെച്ചിട്ട് ആലോചിക്കരുത്. പുട്ട് നല്ല ചൂടോടുകൂടി കുറ്റിയിലിരിക്കുന്നു. ഓക്കെ, ഒരു വഴിയില് ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പൊ മനസ്സിലായല്ലോ ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ആ ലെവലിലേക്ക് വരണം അല്ലേ? അയ്യോ, വെട്ടില്ല, വെട്ടൊന്നുമില്ല. ഇത് പാമ്പും കോണിയല്ലേ? ഓക്കെ, പാമ്പും കോണിയിൽ വെട്ടും നമ്മള്? ഇല്ല, വെട്ടില്ലേ? ഇല്ല, വെട്ടില്ല. ശരിക്കും വെട്ടില്ലേ? എന്താ കളിയാണ്? റെഡ് അല്ലേ? അതെ. ഓ മൈ ഗോഡ്. പാരന്റ്സിൽ നിന്ന് ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ പറഞ്ഞല്ലോ, പാരന്റ്സിന് ഇത്തരത്തിലുള്ള ഈ ആർട്ട് ഫോംസിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് മക്കളെ 3 പേരും മാക്സിമം കലയുമായി ബന്ധിപ്പിച്ചിട്ടാണ് വളർത്തിയത്. അപ്പോ അവരുടെ ഈ ഒരു ക്വാളിറ്റി പോലെ തന്നെ അതൊരു ക്വാളിറ്റി ആണല്ലോ, നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി. അതേപോലെ പാരന്റ്സിൽ നിന്ന്, ചിലപ്പോ അച്ഛനിൽ നിന്നാവാം അല്ലെങ്കിൽ അമ്മയിൽ നിന്നാവാം, എനിക്കും ആ ഒരു ക്യാരക്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് വേണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവം എനിക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പൊ അവരെ നമ്മൾക്ക് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. നല്ല രീതിയിലായിരിക്കാം, ചിലപ്പോ ബാഡ് രീതിയിലായിരിക്കാം. അപ്പോ അങ്ങനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് ഓക്കെ ആ ഒരു ഇത് വേണം എന്ന് തോന്നിയിട്ടുള്ള. എനിക്ക് തോന്നുന്നു അച്ഛനമ്മ ലൈക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്, ഭയങ്കര സെൽഫ്ലെസ് ആണ്. രണ്ടുപേരും സെൽഫ്ലെസ് ആണ്. ഇങ്ങനെ നമ്മളിപ്പോ സ്ട്രഗ്ലിംഗ് ആണെങ്കിലും മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യണം. അത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോവിഡ് ടൈമിലൊക്കെ ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡില് എന്താ പറയാ, അറിയാലോ നമ്മള് വർക്കൊക്കെ എല്ലാം ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഐ സ്റ്റിൽ റിമെമ്പർ, അത് അമ്മ മാത്രമല്ല അച്ഛന് രണ്ടുപേരും ഒരേ സ്വഭാവത്തിൽ നിൽക്കാണ്. ഈ ആനിമൽസ് ഇല്ലേ, പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് നമ്മള് പോണ സിറ്റുവേഷൻ വളരെ അങ്ങനെ അതൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ദേ ആർ ടേക്കിംഗ് ഇനിഷ്യേറ്റീവ് ഫോർ ദാറ്റ്. ആ സമയത്ത് ആരും പുറത്തിറങ്ങാനൊന്നും ഇതാക്കൂലല്ലോ. അപ്പൊ അങ്ങനെ അത് എനിക്ക് ഇൻഫ്ലുവൻസ് ആയെന്നല്ല, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ആരും പുറത്തു പോണില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒന്നും നമുക്ക് വരുമോ ഒന്നും നോക്കാണ്ട് ആനിമൽസിനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കണു. മനുഷ്യന്മാരുടെ പോലെയല്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോ ഭയങ്കര. വീട്ടിലെങ്ങനെയാണ് ലവേഴ്സ് ആയിട്ടുള്ള ഫാമിലിയാണ് വീട്ടില്? എല്ലാരും ആരുള്ളത്?
കൂടുതലാണോ? അച്ഛൻ എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു പട്ടിക്കുട്ടി വളർത്തിയിട്ട് മരിച്ചുപോയി. അതിനുശേഷം ആക്ച്വലി ഹി കംപ്ലീറ്റ്ലി കെയിം ഔട്ട്. അത് ഒരു പട്ടിക്കുട്ടി മരിച്ച ശേഷം അച്ഛന് പിന്നെ ഒരു അറ്റാച്ച്മെന്റ് കുറച്ച് ഡിറ്റാച്ച്മെന്റിൽ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മ ലൈക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാനും അനിയത്തിയും ചേച്ചിയും എല്ലാരും. ഞാൻ അനിയത്തി കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കും. ഈ സ്ട്രേ പപ്പീസ്, നമ്മള് ബ്രീഡ് ഡോഗ് ഒന്നും ഇല്ല, സ്ട്രേ പപ്പീസ് നമ്മള് വളർത്തുന്നുണ്ട്. സാധാരണ കുട്ടികളല്ലേ. ആക്ച്വലി 10 ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. ഡോഗാണ് മെയിൻ. ഡോഗും കാറ്റും ഒക്കെ ഇഷ്ടമാണ്. ശരി, അപ്പൊ എന്തായാലും ഗെയിം തുടരാം. ഞാനാണോ? ഓക്കെ, നമുക്ക് 1 ഇട്ടോ എക്സ്ട്രാ ഒരു കളി കളിക്കാൻ പറ്റുമല്ലോ. ശരിക്കും 6 ഇട്ടാലാണ് 1 ഉണ്ട്. ആണെങ്കിൽ നമുക്ക് 3. ഓക്കെ, സിനിമ നമുക്കറിയാം ഇപ്പൊ ഒരു കോമ്പറ്റീവ് ഫീൽഡ് ആണല്ലോ. നമുക്ക് എന്തായാലും ഒരു ഈ പറയുന്ന പോലെ വളരെ വേഗത്തിൽ ഓടിയില്ലെങ്കിൽ നമുക്ക് മുമ്പേ പലരും ഓടും. അപ്പൊ അത് എപ്പോഴും നമ്മളെ തന്നെ എപ്പോഴും മോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ എപ്പോഴും നമ്മൾ ഗ്രോ ആവാനുള്ള രീതിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു ഫീൽഡാണ് നമ്മുടെ ഈ ഒരു സിനിമ ഫീൽഡ് എന്ന് പറയുമ്പോൾ. സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ഭരതനാട്യം അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള ഡാൻസ്, നൃത്തം അല്ലെങ്കിൽ എന്തെങ്കിലും കലയുമായി ബന്ധപ്പെട്ട ഇതുകൾ, ആർട്ട് ഫോംസ് ഇതൊക്കെ പെർഫോം ചെയ്യുന്നു. അപ്പൊ അതിലും ഒരു മത്സരം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഒരു ഓരോ മത്സരങ്ങളോടെയാണല്ലോ നമ്മൾ നമ്മുടെ ടാലന്റും കാലിബറും ഒക്കെ തിരിച്ചറിഞ്ഞു പോകുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് അർഹിച്ച വിജയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ച്, അതായത് നമുക്കൊരു റിസൾട്ട് നമുക്കൊരു കിട്ടിയില്ല, അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തെങ്കിലും സംതിങ് അതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർമ്മയിലുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ലൈക്ക് ഞാൻ ജനറലി പൊതുവേ ഞാൻ വേറെ ആരിലും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഞാൻ എന്റെ കാര്യം തന്നെ എന്നെ തന്നെ മോൾഡ് ചെയ്യുക. ഞാൻ ആരെങ്കിലും ഫ്രണ്ടിൽ പോകണമെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നമ്മളെ മോൾഡ് ചെയ്യുക. ഞാൻ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വന്നോണ്ട് തന്നെയാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുവരെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ആരെങ്കിലും ഒക്കെ ഫോക്കസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോകും. അത് നമ്മളുടെ മതി അത് ധാരാളം, അതന്നെ ധാരാളം. അപ്പോ ഞാൻ അങ്ങനെ ഒരു പാറ്റേണിൽ ഓടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്താ പറയാ, വർക്ക്ഔട്ട് ചെയ്യണം. നമുക്കൊരു ലെവൽ ഓഫ് ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ, ഇത്ര ഫിറ്റ്നസ്സിൽ നിൽക്കണം അങ്ങനെ. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് കാലങ്ങൾക്ക് മുൻപേ. അപ്പൊ ആ സമയത്ത് ലൈക്ക് എന്താണ് പ്രോജക്ട്സ് കയ്യിൽ വന്നിട്ട് പോണ സമയത്ത് ഐ തോട്ട് ലൈക്ക് ഓക്കെ മേ ബി കുറച്ചും കൂടെ ഫിറ്റ് ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം സ്ട്രെസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒന്നും അല്ല. ഇപ്പൊ എങ്ങനെ വർക്ക്ഔട്ടും ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന? ഇപ്പൊ ഞാൻ ഈ ചബിനസിൽ കുറച്ച് ചിഞ്ചു എന്റെ കംഫർട്ടബിൾ ആക്കി. ചിഞ്ചു ഇതിപ്പോ ഭയങ്കര ഹാപ്പിയാ. ഓക്കെ, അപ്പൊ നൃത്തം പ്രാക്ടീസും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ, അതോ എന്തെങ്കിലും പ്രോഗ്രാംസ് ബേസ് ചെയ്തിട്ടാണോ പ്രാക്ടീസും കാര്യങ്ങളും? കുറച്ച് കുറവാണ് നോർമൽ എന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ. നോർമൽ കുറച്ച് ഓവർ ടൈം പ്രാക്ടീസ് ആയിരുന്നു. അപ്പം ഇപ്പൊ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ലൈഫ് കുറച്ച് ഫോർവേഡ് ചെയ്യണത്. ഒത്തിരി സ്ട്രെസ് ആയിട്ട് എടുക്കണില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി ലാസ്റ്റ് സെക്ഷനിലോട്ട് കിടക്കാണ്. ചോദ്യങ്ങളില്ല, ഇനി വളരെ വേഗത്തിൽ നമ്മൾ 5 മൂവ്മെന്റ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ 5 മൂവ്മെന്റ്സ് കഴിയുമ്പോ ആരാണോ ജയിക്കുന്നത് അവര് ഈ ഗെയിമിൽ വിജയിക്കുന്നു. ഓക്കെ, റെഡി? കളിച്ചോളൂ. ഞാനാണോ? അല്ല, ഇവിടെ 2. Oh my god. 1 2 3 4 5 നാട്ടോ. എനിക്കെല്ലാം ചെറുതാ വരുന്നത്. 3 1 2 3. ഇനി ഞാനാണോ? 1 1 1 1 1 6 6 1 2 3 ഓക്കെ ഓക്കെ 5 നമ്മളങ്ങനെ ലാസ്റ്റ് 2 കൂടെയുള്ളൂ. 4 അങ്ങനെ താഴെ പോവില്ലേ? ഓക്കേ, ഞാൻ 1 2 3. 1 2 3. ഓക്കെ, ഞാൻ 1. ഇനി ഞാൻ കളിക്കണോ? ലാസ്റ്റ് കളി. ഓക്കെ, 1
ഓഹോ ഓക്കേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടിയും കളിച്ചു നോക്കാം അല്ലേ? അതെ. അത് ജയിക്കുമെന്ന് അറിയാലോ. 1 2 3 4 5. ഓക്കെ. അയ്യോ ജയിച്ചാ മതിയായിരുന്നു. ഇല്ല എനിക്ക് 1 തന്നെ വേണം അല്ലേ? 1 തന്നെ വേണം. പക്ഷെ നമ്മളിവിടെ എത്തില്ലോ, നമുക്ക് കളി വേണ്ടി പോയല്ലോ. 1 2 3 4 ശരിക്കും? ആ ഓക്കെ 6. ഓക്കെ കള്ളക്കളി കാണാം. ഇല്ല ഇല്ല ഇല്ല. അയ്യോ ഞാൻ പെട്ടു. ഓ മൈ ഗോഡ്. ഇത് അതെ ഇത് ലാസ്റ്റ് കളിയാണ്. ഇതോടുകൂടി നമ്മൾ ലാസ്റ്റ് കളി. അയ്യോ എന്നാൽ ഞാൻ ജയിച്ചു. ഓക്കെ കൺഗ്രാജുലേഷൻ. ഓക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു, നല്ല ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.